നമസ്തേ. അയോധ്യയിലെ ഭവ്യമായ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പുതിയ വിവാദം ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ വഴിപാടുകൾ, സംഭാവനകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ക്ഷേത്ര ട്രസ്റ്റിന്റെ നിലപാട് എന്താണ്? അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഈ വിഷയത്തിൽ അറിയേണ്ട പ്രധാന കാര്യങ്ങളിലേക്ക് പോകാം. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആത്മീയ കേന്ദ്രമാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും സാമൂഹിക ചർച്ചകൾക്കും ശേഷമാണ് ക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമായത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതൊരു ആരോപണവും വലിയ ശ്രദ്ധ നേടുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന ആരോപണം ക്ഷേത്രത്തിലെ വഴിപാടുകളും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച ചില ക്രമക്കേടുകളെ കുറിച്ചാണ്. ആരോപണം ഉന്നയിക്കുന്നവർ ചില കാര്യങ്ങളിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അന്വേഷണത്തിലൂടെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലവും വലിയ ചർച്ചയാവുകയാണ്. ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനം മുതൽ ക്ഷേത്ര നിർമ്മാണം വരെ നിരവധി വർഷങ്ങളായി രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ നടന്നിട്ടുണ്ട്. 2021 ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളെ ചുറ്റിപ്പറ്റിയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്നുയർന്ന ആരോപണങ്ങൾക്കെതിരെ ട്രസ്റ്റ് വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഔദ്യോഗിക നിയമ നടപടികളിലേക്ക് പോയില്ലെന്ന വിമർശനവും ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ ഇപ്പോഴത്തെ ആരോപണങ്ങളിലും സോഷ്യൽ മീഡിയ ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. മറ്റൊരു പ്രധാന വിഷയം ഭക്തരുടെ വികാരങ്ങളാണ്. ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകുന്ന വഴിപാടുകളും സമർപ്പണങ്ങളും പലർക്കും സാധാരണ സാമ്പത്തിക ഇടപാടുകളല്ല. അത് വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഭാഷയും സമീപനവും സൂക്ഷിക്കണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഒരു മതസ്ഥാപനമായാലും ഏത് സംഘടനയായാലും സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ആവശ്യമാണ് എന്ന അഭിപ്രായവും നിലനിൽക്കുന്നു. ഇതിനിടയിൽ പ്രധാനമായ ഒരു സംഭവ വികാസമുണ്ടായി. ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT രൂപീകരിക്കപ്പെട്ടു. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിന് സഹകരിക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുന്നതിനാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം രൂപീകരിച്ചതെന്നാണ് വിശദീകരണം. സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിലെ അന്വേഷണവുമായി താരതമ്യം ചെയ്യുമ്പോൾ SIT അന്വേഷണത്തിന് കൂടുതൽ വ്യാപ്തിയുണ്ട്. കാരണം ഇത്തരം സംഘടനകളിൽ വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടാറുണ്ട്. സാമ്പത്തിക രേഖകൾ, ഇടപാട് വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, രേഖകളുടെ പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ ഇത്തരം അന്വേഷണ സംഘങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ അന്വേഷണമാണ് പ്രധാന മാർഗം. ഇവിടെ മറ്റൊരു കാര്യവും ചർച്ചയാകുന്നുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ SIT അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രധാനമായി അറിയേണ്ടത് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ അല്ല, അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തുന്നത് എന്നതാണ്. ഇതുവരെ അന്വേഷണ സംഘം ഔദ്യോഗികമായി അന്തിമ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും വിവിധ മാധ്യമങ്ങളിലും വരുന്ന വിവരങ്ങളെ അന്തിമ സത്യമായി കാണാനാകില്ല. ഒരു ആരോപണം ഉയരുന്നത് ഒരു കാര്യം, അത് തെളിയിക്കപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. നിയമപരമായ പരിശോധനകൾക്കും തെളിവുകൾക്കും ശേഷമാണ് യഥാർത്ഥ ചിത്രം പുറത്തുവരിക. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് എന്തെങ്കിലും നടപടിക്രമപരമായ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ പരിശോധിക്കാനും തിരുത്താനും തയ്യാറാണെന്നാണ്. അതേസമയം മനഃപൂർവമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന നിലപാടും പലരും പങ്കുവെക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, യഥാർത്ഥത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടന്നോ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണോ പ്രചരിക്കുന്നത്? ഇതിനുള്ള മറുപടി നൽകേണ്ടത് അന്വേഷണ റിപ്പോർട്ടാണ്. ഇനി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളാണ് നിർണായകം. രേഖകൾ പരിശോധിക്കും, ബന്ധപ്പെട്ടവരുടെ മൊഴികൾ ശേഖരിക്കും, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. ശേഷം മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. ശ്രീരാമക്ഷേത്രം കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസ കേന്ദ്രമാണ്. അതിനാൽ അവിടെ ഉണ്ടാകുന്ന ഏത് ആരോപണവും ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ വിശ്വാസികളെ ബാധിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യം പുറത്തു വരണം. ക്രമക്കേടുണ്ടെങ്കിൽ നടപടി വേണം. ഇല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അവസാനിക്കണം. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് SIT റിപ്പോർട്ടാണ്. അതാണ് ഈ വിവാദത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുക.